ഹലോ നമസ്കാരം. വയലും വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചമ്മന്തിയാണ്. ചമ്മന്തി എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരിക്കും. ഇത് കഞ്ഞിക്കൊപ്പവും ചോറിനൊപ്പം കപ്പക്കൊപ്പം എന്തിനോടൊപ്പം കൂട്ടി കഴിക്കാവുന്ന ഒന്നാണ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നു, അതുപോലെ തന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് കുഞ്ഞി ഉള്ളി, അതായത് ചുവന്ന ഉള്ളി ഒരു 200 ഗ്രാം. പിന്നെ മുളക്, ചുവന്ന മുളക്, ഉണക്കമുളക് എന്നൊക്കെ പറയും, അത് ഒരു 20-25 പീസ്. പിന്നെ നമ്മുടെ വേപ്പില ഒരു 2 തണ്ട്, പുളി ഒരു ഉരുള, അതായത് ഒരു ചെറുനാരങ്ങയുടെയൊക്കെ വലുപ്പം വരുന്ന ഒരു വാളംപുളി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പീര ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ, അധികം കൂട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പ്, വെളിച്ചെണ്ണ, ഇത് മാത്രമാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ചട്ടി ഏകദേശം ചൂടായി തുടങ്ങി. നമ്മൾക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. അതിലേക്ക് നമ്മൾക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വാടി വരുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾക്ക് സബോളയല്ല, കുഞ്ഞി ഉള്ളി, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം വാടി തുടങ്ങി. ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പുളി കൂടി ഇട്ട് കൊടുക്കാം. പുളി ചെറിയ കഷ്ണങ്ങളാക്കി പല ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അതിൽ നന്നായി മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ശേഷം നമ്മൾക്ക് ഇഷ്ടാനുസരണം ഉപ്പ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ തേങ്ങാപ്പീര കൂടി ചേർക്കാം. അതിനുശേഷം നമ്മൾക്ക് ഗ്രൈൻഡറിലിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ നമസ്കാരം.